അത്യാവശ്യം നല്ല പടമാണ്, തിയേറ്ററിൽ കാണാൻ കൊള്ളാം. ഹൊറൊക്കെ നല്ലപോലെ വർക്കൗട്ട് ആയിരുന്നു. കോമഡി കുഴപ്പമില്ല, കോമഡി ചിലയിടത്തൊക്കെ വർക്കൗട്ട് ചിലയിടത്ത് വർക്കൗട്ട് ആവില്ല. കൊള്ളാം, ഓവറോൾ കൊള്ളാം. ഷറഫുദ്ദീൻ നൈസ്. പടം കൊള്ളായിരുന്നു. പടം വാസ് ലൈക്ക് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടി. പുതിയൊരു കൈൻഡ് ഓഫ് എന്താ ഒരു ഹൊറർ സ്റ്റോറി പ്ലസ് കോമഡി, നല്ല രസമുണ്ടായിരുന്നു. കുറെ ചിരിച്ചു, പ്രാക്ടീസ് കുറെ ഞാൻ ചിരിച്ചു. എൻ്റെ കൂടെ ഒരാളുണ്ടായിരുന്നു, പുള്ളിക്കാരി ചിരിച്ചു. ഒരു വെറൈറ്റി ത്രെഡ് ആൻഡ് നല്ലൊരു ഡാർക്ക് കൈൻഡ് ഓഫ് വൈബ് ഉണ്ടല്ലോ, അത് നല്ല രസമുണ്ടായിരുന്നു. ലൈക്ക് നമ്മൾ ഈ ഡാർക്ക് ഡ്യൂൺ ആ സിനിമ ഒക്കെ കാണുമല്ലോ, ആ സിനിമ കാണുമ്പോഴേക്കും ഒരു ഡാർക്ക് കൈൻഡ് ഓഫ് വൈബില്ലേ, അത് നല്ല രസമായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഹൊറർ അത്ര ഹൊറാണോന്ന് ചോദിച്ചാൽ അത് ജംപ് സ്കെയറി ടൈപ്സ് ഓഫ് തിങ്സ് ഒന്നും ഇല്ല, ബട്ട് കണ്ടിരിക്കാം, പൈസക്ക് വേർത്താണ്, അത്രേ ഉള്ളൂ. ഒരു വൺ ടൈം ഡീസന്റ് വാച്ച്, കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാം. ഇറ്റ്സ് കുഴപ്പമൊന്നുമില്ല, നല്ല പടമാണ്, നല്ല രസമുണ്ട് വരുന്നത് കാണുക. പടം കൊളുത്തുവെന്ന് ചോദിച്ചാ എവിടെയൊക്കെ എന്തൊക്കെയോ തെറ്റുണ്ട്. ഇപ്പൊ എനിക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഞാൻ കണ്ടതിൽ വെച്ച് ഓക്കെ പടം കൊള്ളായിരുന്നു. ആൻഡ് കഥയിൽ അത്ര കൊളുത്തുണ്ടോന്നൊക്കെ ചോദിച്ചാൽ എന്തൊക്കെയൊക്കെയോ മിസ്സിങ് ആണ് കുറച്ച്. പക്ഷെ ഫണ്ണൊക്കെ ഉണ്ടായിരുന്നു, കുറേയൊക്കെ ഞാൻ ചിരിച്ചു. ഞങ്ങളൊക്കെ നല്ലോണം ചിരിച്ചു. കാസ്റ്റിംഗ് ഒക്കെ കൊള്ളായിരുന്നു, ഐശ്വര്യലക്ഷ്മി കൊള്ളായിരുന്നു. ആൻഡ് ഓവറോൾ ഇറ്റ് വാസ് ഫൺ. കൊള്ളാം, കുഴപ്പമില്ല, നല്ല മൂവിയാണ്. കൊള്ളാം, അടിപൊളിയാണ്. പറയാൻ പറ്റില്ല, കൊള്ളാമില്ലാന്നേ ഉള്ളൂ. നല്ല പടമായിരുന്നു. എല്ലാവരുടെ അഭിനയം എങ്ങനെയുണ്ട്? കൊള്ളാം, നല്ല നല്ല അഭിനയമാണ്. നല്ല കോമഡി പടമാണ്. ഷറഫുദ്ദീന്റെ തിരിച്ചു എല്ലാവരുടെ അഭിനയം എങ്ങനെയുണ്ട്? എല്ലാവരും അഭിനയവും കൊള്ളാം. ചെറിയ കോമഡി അത്രേ ഉള്ളൂ. പേടിക്കാനൊക്കെ ഉണ്ടോ? ഇല്ല, ഇതിനെക്കാളും വലിയ പേടി കണ്ടിരിക്കുകയല്ലേ, അത്ര പേടിക്കാനൊന്നുമില്ല. സിനിമ ഒരു വൺ ടൈം വാച്ചബിൾ പടമേ ഉള്ളൂ, ഭയങ്കരമായ സംഭവമൊന്നുമില്ല. ഒരു ഫാമിലി ആയിട്ട് വന്നിരുന്ന് കാണാൻ പറ്റിയ ഒരു പടം. മലയാളത്തിൽ ഒരു ഫാന്റസി ടൈപ്പ് ഒരു വെറൈറ്റി ആയിട്ട് നോക്കിയതേ ഉള്ളൂ. ഭയങ്കരമായിട്ട് എടുത്ത് പറയാൻ മാത്രമൊന്നുമില്ല, കണ്ടിരിക്കാൻ പറ്റിയ ഒരു പടം, അത്രേ ഉള്ളൂ. ഹൊറൊന്നും അങ്ങനെ ഒന്നുമില്ല, ഒരു ഇംഗ്ലീഷ് ടൈപ്പ് പോലെ അവർ എടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് വലിയ ഇമ്പാക്റ്റും കാര്യങ്ങളും ഉണ്ടാവത്തില്ല, കാരണം നമ്മൾ ഒരുപാട് കണ്ട് ഇതിരിക്കുന്നതല്ലേ, അതുകൊണ്ട് വലിയ ഇമ്പാക്റ്റും കാര്യങ്ങളും ഉണ്ടാവത്തില്ല. ജസ്റ്റ് എന്തൊക്കെയോ അവർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്, പക്ഷെ നമുക്ക് ബോറടിക്കത്തില്ല, അത്രേ ഉള്ളൂ. കോമഡി കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ഹാഫ് ഫുൾ കോമഡി ആയിട്ട്, സെക്കൻഡ് ഹാഫ് സീരിയസ് പോലെയാണ് പോകുന്നത്. ഇടയ്ക്കിടയ്ക്ക് കോമഡിയും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ബിന്ദു പണിക്കറിൻ്റെയൊക്കെ സെറ്റായിരുന്നു, കുഴപ്പമൊന്നുമില്ല, കണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. അതിനുള്ള ഇതൊന്നുമില്ല, ഒരു കണ്ടിരിക്കാൻ പറ്റിയൊരു പറയേ ഉള്ളൂ, അത്രേ ഉള്ളൂ. കുഴപ്പമില്ല, കൊള്ളാം. ഒരു ഫാന്റസി കോമഡി എന്ന് വേണമെങ്കിൽ പറയാം. വൺ ടൈം വാച്ചബിളേ ഉള്ളൂ. സസ്പെൻസ് ത്രില്ലർ അങ്ങനെ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യുന്നില്ല. എന്തായാലും ഷറഫുദ്ദീൻ എന്തായാലും അത്യാവശ്യം നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കാണാൻ പറ്റിയ സിനിമയാണ്, ഇത്രയും പ്രതീക്ഷിച്ചു. എന്തായാലും അടിപൊളി ഫിലിം. ഹൊററാണ് കോമഡിയാണ്, സൂപ്പർ ഫിലിം, സൂപ്പർ ഫിലിം, അടിപൊളി. എന്തായാലും ഇത്രയും പ്രതീക്ഷിച്ചില്ല, എന്തായാലും കൊള്ളാം. എന്തായാലും ഇത്രയും പ്രതീക്ഷിച്ചില്ല, സൂപ്പർ പടം, ശരിയാണ്. പേടിക്കാനുണ്ട്, കോമഡിയും ഉണ്ട്, ചിരിക്കുകയും ചെയ്യാം, കൊള്ളാം. പേടിക്കാനുള്ളതുണ്ട്, കൊള്ളാം. എടുത്തു പറയത്തക്ക കൊള്ളാം, കുഴപ്പമില്ല, സൂപ്പർ. അത് കാണാൻ കൊള്ളാം, കാണാൻ നല്ല പറ്റിയ സിനിമയാണ്, കൊള്ളാം. കൊള്ളാം, വൺ ടൈമൊക്കെ കാണാൻ കൊള്ളാം, സെറ്റ് സിനിമയാണ്. ഹൊററുമാണ്, കോമഡിയാണ്. ഫസ്റ്റ് ഹാഫ് വന്നിട്ട് ഞാൻ പ്രേക്ഷകരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, മൊത്തത്തിൽ ചിരിക്ക് മരിക്കാന്ന് പറയത്തില്ല, ആ ഒരു അവസ്ഥയായിരുന്നു. എല്ലാവരും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. സെക്കൻഡ് ഹാഫ് വന്നിട്ട് ഒരു ഹൊറർ മൂഡിലേക്ക് പോയി. ഷറഫുദ്ദീൻ സൂപ്പർ, ശരിക്കും പേടിക്കാനുള്ള. സെക്കൻഡ് ഹാഫ് വന്നിട്ട് നല്ല രീതിയിൽ പേടിക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു. കോമഡി അമേസിങ്. നെഗറ്റീവ് പറയുന്നത് ആരും പറയുന്നത് ഞാൻ കേട്ടില്ല, എല്ലാവരും സൂപ്പർ എന്നാ പറഞ്ഞത്. 100%. നമ്മളെ ഈ സ്റ്റാർട്ടിങ്ങും അതേപോലെ എൻഡിങ് ക്ലൈമാക്സ് ഒക്കെ നമ്മൾ ഒരു ബോളിവുഡ് സ്റ്റൈലിൽ ആ ഒരു ലെവലായിട്ട് എടുക്കാം. പിന്നെ നല്ല ഫാമിലിക്കും എല്ലാ ഓഡിയൻസിനും ഇഷ്ടപ്പെടുന്ന പടമാണ്, കൊള്ളാം. നല്ല നൈസ് മൂവി ആയിട്ട്, ഒരു ഹൊറർ കോമഡി ആയിട്ട്. ഈ നമ്മളെ മലയാളത്തിൽ കുറെ കാലമായി തോന്നുന്നു ഇങ്ങനത്തെ ഒരു പടം ഇറങ്ങിയിട്ട്. നല്ല ചിരിക്കാനും അത്യാവശ്യം നമുക്ക് ചെറുതായിട്ട് പേടിക്കാനും അങ്ങനെ പറ്റിയ നല്ലൊരു പടമാണ്. ഇത് വെച്ചിട്ട് ബാൻഡ് ചെയ്യുന്നുണ്ട്, കൊള്ളാം, നല്ല പടമാണ്. ഇത് വെച്ചിട്ട് ബാൻഡ് ചെയ്യുന്നുണ്ട്, ഹൊറർ എലമെന്റ്സ് ഒക്കെ ഒരുപാടുണ്ട്, ചിരിക്കാനും ഒരുപാടുണ്ട്, കൊള്ളാം. ഷറഫുദ്ദീൻ നല്ല പെർഫോമൻസ് ആയിരുന്നു. ഷറഫുദ്ദീന്റെ അച്ഛനായിട്ട് അഭിനയിച്ച ആള് നല്ല പെർഫോമൻസ് ആയിരുന്നു, ചിരിക്കാനൊക്കെ ഒരുപാട്. പടം കുഴപ്പമില്ല, കൊള്ളാം. എടുത്തു പറയേണ്ട ഷറഫുദ്ദീന്റെയും അതുപോലെ ഐശ്വര്യലക്ഷ്മിയുടെ പെർഫോമൻസ് ആണ്. ഒരു കോമഡി, ഒരു ഹൊറർ മൂഡിലാണ് പടം പോകുന്നത്. ഫാമിലി ഓഡിയൻസിനൊക്കെ ഇഷ്ടമാണ്. നല്ല പടമാണ്. അതായത് ഒരു തവണ എന്തായാലും വന്ന് കാണേണ്ട ഒരു പടമാണ്. കാരണം അതിനകത്തുള്ള കഥ വെറൈറ്റി കഥയാണ്. കോമഡി പ്ലസ് ഹൊറർ മിക്സ് ചെയ്തിട്ട് നമ്മൾ കാണുന്നവരെ മാക്സിമം എന്റർടൈൻ ചെയ്യിപ്പിക്കുന്ന ഒരു മൂവി പ്ലോട്ടാണ് പോയിട്ടുള്ളത്. അതിന്റെ ആ ഒരു സ്റ്റോറി സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ ആ കൊണ്ടുവന്നിട്ടുള്ളത് കൊള്ളാം. മലയാളത്തിൽ അങ്ങനെ ഒരു മൂവി അങ്ങനെ കണ്ടിട്ടില്ല, നല്ല മൂവിയായിരുന്നു.
അഭിനയാണെങ്കിലും അതെ, ഇപ്പം ജഗദീഷ്, ഷറഫുദ്ദീൻ, ഐശ്വര്യ എടുത്തു പറയുന്ന 3 ക്യാരക്ടേഴ്സ് അതിൽ വന്നിട്ടുള്ളതാണ്. 3 പേരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അവർ മാത്രമല്ല, അതിൽ എടുത്തിട്ടുള്ള എല്ലാ കാസ്റ്റിങ്ങും അടിപൊളിയായിരുന്നു. നല്ല രീതിക്ക് നല്ല വൃത്തിക്ക് എല്ലാവരും ചെയ്തിട്ടുണ്ട്. അവർ കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം നമ്മളുടെ അടുത്തേക്ക് കറക്റ്റായിട്ട് എത്തുകയും ചെയ്യും. നല്ല രീതിക്ക് ചെയ്തു. ഇല്ല, പേടിപ്പിക്കുന്ന ഹൊററല്ല, കോമഡി ഹൊററാണ്. അതിൽ ആ ചിരിക്കുന്ന സമയത്ത് വെച്ചാൽ തിയേറ്റർ മൊത്തം ചിരിക്കുകയാണ്. അത്ര നല്ല കോമഡീസ് ഉണ്ടായിരുന്നു. അല്ലാതെ ലോക്കൽ ചളി ആ സെറ്റപ്പ് അല്ല, നല്ല കോമഡീസ് ആയിരുന്നു. സ്റ്റാൻഡേർഡ് മൂവിയായിരുന്നു. നല്ല പടമാണ്, നമുക്ക് കാണാം, നമുക്ക് കാശ് കൊടുത്തതിന് നിരാശ തോന്നില്ല. നല്ല രീതിക്ക് പടം എടുത്തു വെച്ചിട്ടുണ്ട്. ക്രിയേഷൻ അതുപോലെ തന്നെ ചില VFX ഇതെല്ലാം നന്നായിട്ടുണ്ട്. പിന്നെ ആക്ടിങ് നല്ലതാണ്. ശരലക്ഷ്മി ആണെങ്കിലും ജഗദീഷൊക്കെ നല്ല പെർഫോമൻസ് ആണ്. പിന്നെ അതുപോലെ തന്നെ അതിൽ ഇപ്പോൾ കുറച്ചായിട്ട് ബിന്ദു പണിക്കർ കുറച്ച് പടങ്ങൾ വരുന്നുണ്ടല്ലോ, അവർ നന്നായി ചെയ്തിട്ടുണ്ട്. കോമഡിയാണ്. അജു വർഗീസ് കുഴപ്പമില്ല, ഉഷാറായിട്ടുണ്ട്.